ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിട്ടുള്ളത് ചിക്കൻ പുലാവ് റൈസ് എങ്ങനെ തയ്യാറാക്കാമെന്ന വീഡിയോയുമായിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. 1 കിലോ മന്തി റൈസാണ് ഞങ്ങളിവിടെ ഈ റൈസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ആദ്യം ഞങ്ങൾ ഒരു വലിയ പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടായതിനു ശേഷം 250 ഗ്രാം സൺഫ്ലവർ ഓയിൽ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഏലക്കായി, അതുപോലെ പട്ട, കറാമ്പൂവ്, കുരുമുളക് ഇതെല്ലാം അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വാടിയതിനു ശേഷം ഒരു സവാള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വാടിയതിനു ശേഷം വലിയ ജീരകം 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. അതൊന്ന് വാടിയതിനു ശേഷം അതിലേക്ക് ഞങ്ങൾ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത് വാട്ടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പച്ചമുളക് ചതച്ച് വെച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് വാട്ടിയെടുക്കാം. അതൊന്ന് വാടിയതിനു ശേഷം നമുക്ക് ഇതിലേക്ക് ബിരിയാണി മസാല പൊടിച്ചത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലെ ജാതിക്ക എടുത്ത് അതൊന്ന് പൊടിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ റൈസിൻ്റെ ഒരു പ്രത്യേകത, ഇതിലേക്ക് നമ്മൾ മന്തി മസാലകളും അതുപോലെ ബിരിയാണി മസാലകളും ആഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്നൊരു റൈസാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാൻ. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ചിക്കനും മസാലകളും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമ്മളിതുവരെ സാൾട്ട് ചേർത്തിട്ടില്ല. ഇനി സാൾട്ട് എത്രത്തോളം വേണോ ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കണം. തൈര് ഒരു പാക്കറ്റിൻ്റെ ഭാഗം ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് പുളിക്കനുസരിച്ചാണ്, പുളി ഉണ്ടെങ്കിൽ അത്ര മതി, അല്ലെങ്കിൽ പിന്നെ പുളിക്കനുസരിച്ച് ആവശ്യത്തിന് പിന്നെയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കൊടുക്കണം, പിന്നെ ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇനി ആ ചിക്കനും ആ തൈരും എല്ലാം കൂട്ടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് പച്ചമല്ലിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. പച്ചമല്ലി ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ മല്ലിപ്പൊടി 2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് ചെറിയ ജീരകത്തിൻ്റെ പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ. ഇനി നമുക്ക് ഇതിലേക്ക് അരിക്കനുസരിച്ചുള്ള വെള്ളം നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം എടുക്കുമ്പോൾ കറക്റ്റ് അളവാകണം, അല്ലെങ്കിൽ ചോറ് വേവ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പച്ചമുളക് നടുവിലൂടെ ഒന്ന് കീറിയ പച്ചമുളകാണ്. ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ്, പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാഗി ക്യൂബ് 3 ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം അരി കഴുകി നമ്മളൊരു പാത്രത്തിലേക്ക് അത് കഴുകി വെച്ചതിന് ശേഷം മാറ്റി വെക്കുകയാണെങ്കിൽ ആ വെള്ളം കുറേ അതിൽ നിന്ന് ഒഴിഞ്ഞു പോയി
നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വെന്ത് പാകത്തിന് ഊറ്റിയെടുക്കാം. അല്ലെങ്കിൽ നമ്മുടെ അരിയും വെള്ളവും കൂടിപ്പോയാൽ ചോറ് വേവ് കൂടാൻ സാധ്യതയുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഈ മസാല വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരി ആഡ് ചെയ്ത് കൊടുക്കാം. ഞങ്ങൾ അരി ആദ്യം കഴുകി വെക്കാത്തത് കാരണം അരിയിലെ വെള്ളവും ഇതിൽ കൂടുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ റൈസ് വേവ് കൂടിയിട്ടുണ്ട്. അടിയിൽ പിടിക്കാതെ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ മന്തി മസാലയും അതുപോലെ ബിരിയാണി മസാലയും ചിക്കനും ചോറും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു റൈസാണിത്. നല്ല ടേസ്റ്റുള്ള ചിക്കൻ പുലാവ് റൈസാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇങ്ങനെ വെക്കുമ്പോൾ റൈസിൽ വെള്ളം കൂടാതെ ശ്രദ്ധിക്കുക. വെള്ളം കൂടിയത് കാരണം ഞങ്ങളുടെ ഈ ചോറ് ഇവിടെ വേവ് കൂടിയിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടൊരു കാര്യം, മല്ലിച്ചപ്പ് പുതിന അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പിന്നെ അതുപോലെ മാഗി ക്യൂബും ആഡ് ചെയ്ത് കൊടുത്തത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഞാനത് പറയാൻ വിട്ടു പോയതാണ്, ക്ഷമിക്കുക. ഞങ്ങളുടെ ഈ റൈസിൽ വെള്ളം കൂടിയത് കാരണം വെള്ളം വറ്റി കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ റൈസ് വേവ് കൂടുതലായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ പുലാവ് റൈസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്തതിന് വളരെയധികം താങ്ക്സ്. വീഡിയോ ഇത്രയും നേരം നിങ്ങൾ വാച്ച് ചെയ്തതിന് വളരെയധികം താങ്ക്സ്.